എന്ത് വിഭവം തയ്യാറാക്കിയാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എന്നൊക്കെ പറയാറില്ലേ? പക്ഷേ ഈ കറിക്ക് ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള കറിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞു പോകും. എന്താണെന്നറിയോ? ഇത് അത്രമാത്രം ഹെൽത്തി, ഇതിൽ ഹെൽത്തി ആയിട്ടൊരു കറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. കാരണം എന്താണെന്നറിയോ? എള്ള് കറിയാണ് തയ്യാറാക്കുന്നത്. എള്ളിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കാലത്തും എള്ള് നമ്മുടെ ശരീരത്തിൽ പോകുന്നത് വളരെ നല്ലതാണ്. കറുത്ത എള്ളും വെളുത്ത എള്ളും സമാസമം എടുക്കണം. എന്നിട്ട് അതിനെ ആദ്യം നന്നായിട്ട് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ചൂടാക്കി എടുക്കണം. ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിങ്ങനെ പൊട്ടി പൊട്ടി വരും. ആ പൊട്ടി വരുന്ന പാകമാകുന്ന വരെ നന്നായിട്ട് രസമായിട്ട് ഇതിനെ ഒന്ന് വറുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് കടുക് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1/4 സ്പൂൺ കടുക് മതിയേ. കടുക് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ കറി തയ്യാറാക്കുന്ന വിധം തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം. ടേസ്റ്റ് ഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എള്ള് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കടുക് നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായിട്ടുള്ള എള്ള്, കറുത്ത എള്ളും വെളുത്ത എള്ളും കടുകും കൂടെ മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പുളിവെള്ളമാണേ. പുളിവെള്ളം ദാ ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി. ഈ കറിക്ക് നല്ലൊരു കളർ വേണം. പിന്നെ വേണ്ടത് നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇനി അടുത്തായി ചേർക്കേണ്ടത് കുറച്ച് മല്ലിപ്പൊടിയാണ്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള എള്ളില്ലേ, കറുത്ത എള്ളും വെളുത്ത എള്ളും കടുകും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളത്, അതുകൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ശർക്കരയും കൂടെ ഇതിലോട്ട് ചേർക്കണം കേട്ടോ. അതായത് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനും പിന്നെ ഒരു കുഞ്ഞു ടേസ്റ്റ് വ്യത്യാസത്തിനും കൂടിയാണ് ഈ ഒരു ശർക്കര കൂടെ ചേർക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കുറുകി വരണം. ആ പുളിയുടെ ടേസ്റ്റും എള്ളിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടെ ചേർന്നിട്ട് വരുമ്പോൾ നല്ല കറിവേപ്പില കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കുറുകി നോക്കിയേ, ഈ ഒരു പാകം തൊട്ട് നക്കുന്ന പാകത്തിലാകുന്നത് വരെ ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുക. ഇനി ഞാൻ പറയണ്ടല്ലോ, ഇത് വളരെ ഹെൽത്തിയാണ്, വളരെ ഹെൽത്തിയാണെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവില്ലേ? ശരിക്കും ഇത് വളരെ വളരെ അധികം ഹെൽത്തിയാണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർക്കുക, ചുവന്നമുളക് ചേർക്കുക, കറിവേപ്പില ചേർക്കുക. സാധാരണ പോലെ കടുക് താളിച്ച് ഈ കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. കറിയുടെ പണി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയുമാണ്.